ഹലോ, വെൽക്കം ടു വോക്ക് വിത്ത് മിമി നോസ്. നമ്മളിപ്പോൾ വയനാട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. റൂം എടുത്തിട്ടുണ്ട്. ഞാൻ പണ്ടുണ്ടായിരുന്ന ഒരു ഇവൻറ്റിൻ്റെ കാര്യം, അതിനുവേണ്ടി ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാളെയാണ് ഇവൻറ്റ്. ഇപ്പം എത്തിയുള്ളൂ. ലൈഫിൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. 2-3 ദിവസത്തെ ട്രിപ്പല്ലേ, ഇവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റും എന്നറിയില്ല. ഒന്നോടെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് നോക്കട്ടെ. മാക്സിമം എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇവൻറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിവാലി സെലിബ്രേഷനും പിന്നെ റിവർ ബാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം, DJ ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതവർ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വഴിയെല്ലാം കാണാം. കസിൻസായിട്ടാണ് വന്നത്. ബ്രദേഴ്സൊക്കെ ഉണ്ട്, ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി നിന്ന് കുറച്ച് ലേറ്റായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയേക്കുന്നത്. കുറച്ച് ക്ഷീണമുണ്ട്. നമ്മൾ കസിൻസ് മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇപ്പോൾ പോകുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് കസിൻസ് മാത്രമായിട്ട്. വീട്ടിൽ നിന്ന് അങ്ങനെ വിടില്ലായിരുന്നു, ഇപ്പോഴായിട്ടാണ് വിടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകണം, ഒരു പിടിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ നമുക്ക് അവരെ വയനാട്ടിലേക്കുള്ള യാത്രയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, നമ്മൾ 10:15 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വയനാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടൊക്കെ ആകുമായിരിക്കും എത്തുമ്പോൾ. അതുവരെ നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. ചെറുതേങ്ങൾ മാഞ്ഞിടും തിരിഞ്ഞിട്ടുമേ കുളിരോർമകൾ തിരികെ വരും. കാലിക്കട്ട് എത്തിയപ്പോഴേക്കും വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായി. പിന്നെ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മലബാറിലെ ഫുഡിനെ പറ്റിയൊന്നും പിന്നെ ആർക്കും ഒന്നും കുറ്റം പറയാൻ ഉണ്ടാവില്ല. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങി വീണ്ടും യാത്ര തുടരാണ്. പച്ചപ്പും ഹരിതാപ്പയൊക്കെ കണ്ടിട്ട് വയനാട് എത്താറായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. Eva
നമ്മളപ്പോൾ ചുരം കയറിയട്ടോ. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളായിരിക്കേ. ഭംഗിയല്ലേ? നമ്മള് കാറിൽ വേറെ കോണ്ടാക്ട് ഒന്നും വരാത്തത് കൊണ്ട് മാസ്ക് ഊരി വെച്ചേക്കായിരുന്നു. കുറേ നേരം മാസ്ക് വെച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാരും മാസ്ക് ഊരിട്ടേക്കായിരുന്നു. പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോ എല്ലാരും മാസ്ക് കാറിൽ തപ്പുക എവിടെ ഇരിക്കുന്നു. അതാണ് ആ സീനാണത്. അപ്പൊ നമ്മള് റൂമിലെത്തി. ഇനിയൊന്ന് ഫ്രഷ് ആവണം. നാളത്തെ പ്രോഗ്രാംസ് ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. രാവിലെ കുറുമ്പലക്കോട്ടേക്ക് പോവാന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉച്ചയ്ക്കാണ് 3 മണിക്കാണ് ഇവന്റ് വരുന്നത്. അപ്പൊ അതിന് മുന്നേയുള്ള സമയം എവിടെയെങ്കിലും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിക്കണം. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ കാണാം. ടാറ്റാ. ഇവിടെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു നൈറ്റ് മതിയല്ലോ. നാളെ നമുക്ക് ഇവന്റിന് പോവാം. അവിടെ നമുക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 റൂംസും ഹാളും പിന്നെ ഒരു ചെറിയ കിച്ചണും ടോയ്ലറ്റും. നല്ല റൂമായിരുന്നു. അപ്പം നമ്മൾ ഫ്രഷായി വന്നിട്ടുണ്ട്. അവരെല്ലാം പുറത്ത് പോയേക്കാണ്. കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഈ സമയമായി. കുറച്ച് ലൈറ്റായി. 9 മണിയായി. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇപ്പോൾ പുറത്ത് നടക്കാൻ പോയി. അവർ വന്നെന്ന് തോന്നണം. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറക്കണം. രാവിലെ നമ്മൾ കുറുമ്പലക്കോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ വെച്ച് കാണാം. അവർ വന്നെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ റെഡിയായി. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. കുറുമ്പലക്കോട്ടേക്ക് പോവാണ്. ഡ്രസ്സൊക്കെ ചെയ്തു. ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നല്ല ഇരുട്ടായിരിക്കും. 5 മണിയല്ലേ ആയിട്ടുള്ളൂ. മാക്സിമം എല്ലാം ഷൂട്ട് ചെയ്യാം. നമുക്ക് പോയിട്ട് വരാം. Like a bird on a tree, I'm just sitting here. I got time. It's clear to see from up here. The world seems small. നമ്മള് കുറുമ്പലക്കോട്ട എത്താറായിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല. ഇപ്പോ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ വെളിച്ചം വരുമല്ലോ. ഈ വണ്ടി പോകുന്നതെല്ലാം അങ്ങോട്ടേക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്.
ever free. നമ്മള് മല കയറി തുടങ്ങി കേട്ടോ. നല്ല ഇരുട്ടാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, ക്ലിയർ ആവണ്ടോന്നും അറിയില്ല. വിചാരിച്ച പോലെയല്ല, നല്ല കയറ്റമാണ്. കയറി തുടങ്ങിയപ്പോ തന്നെ ക്ഷീണിച്ചു. പറയണേ നടക്ക് വണ്ടി വിട്ടെ ഞാൻ പറഞ്ഞിട്ടോ ഓല് നടക്കാൻ. ആ ഇതൊക്കെ തിരിച്ചിറങ്ങാനുള്ള ഏട്ടാ. മറ്റേ വഴി അറിയാൻ പാടില്ല. ഉള്ളിലേക്ക് മിസ്റ്റാണ്. ഭാഗ്യണ്ട് കേട്ടോ. കയ്യെ വെച്ച് കുത്തല്ലേന്ന് പറഞ്ഞല്ലേ. പോട്ടെ ഓ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം കേട്ടോ. അവരെന്തേ താത്ത ഓടി കയറണൊക്കെ. കുഞ്ഞ കൈ ശരി ഫോട്ടോ അല്ലെങ്കിൽ ഉറക്കം കൂവാൻ പറ്റിയ എത്തി കാണൂലട്ടോ. നന്നായിട്ട് വേർത്ത് തണുപ്പാണെങ്കിലും നല്ല തിരക്കുണ്ട്. എന്നെ ടൈമിങ് കറക്റ്റാ, പക്ഷെ കോട സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ. കണ്ട കറക്റ്റ് സ്ഥലത്ത് നമ്മള് നോക്കേ. ആ ഇനി ഇത് താഴും.
രതീഷ് ചിരിക്കൂ, ചിരിക്കൂ രതീഷ്. ഒരു രക്ഷയില്ല, ഒന്നും കിട്ടുന്നില്ല. ഫുൾ മഞ്ഞാണ്. കോട കാരണം ഒന്നും കാണുന്നില്ല. താഴെ ഫുൾ വയലാണ്. സൂര്യനൊക്കെ പുറത്തോട്ട് വരാൻ പറ്റണില്ലല്ലോ. ഞാൻ കാണാൻ പറ്റിയാണ് അല്ലേടാ? like a bird on a tree. I'm just sitting here. I got time. It's clear to see from up here. The world seems small. We can sit together. It's so beautiful, you and me. We meant to be. ആ താഴെ കാണുന്നതൊക്കെ വയലുകളാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നത് പോലെ അല്ല. നമ്മുടെ കണ്ണിന്റെ പവറൊന്നും ഒരു ക്യാമറക്കും ഒരു ലെൻസിനും ഒന്നിനുമില്ല. നേരിട്ട് തന്നെ കാണണം. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പുറത്തെ സൈഡില് അവിടുത്തെ മലയിലാണെന്ന് തോന്നുന്നു സ്നോ ബെഡ് കാണുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ സൈഡില് സ്നോ ബെഡ് ആയിട്ട് വന്നില്ല, കോട മാത്രമേ ഉണ്ടായുള്ളൂ. സ്നോ ബെഡ് കാണാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ഈ മല ഇത്രയും കയറി വന്നത്. കുറുമ്പലക്കോട്ട എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തി. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. മല കോട മാത്രം കാണാൻ പറ്റിയുള്ളൂ, സ്നോ ബെഡ് കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഒന്ന് കാണാം. രാത്രിയല്ല, രാവിലെ ആയിരുന്നു. വെളിച്ചമില്ലാത്തത് കൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. ഷൂട്ട് ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചിറങ്ങിയ വഴി കണ്ടങ്ങ് പോവാം. പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ കാര്യം. ഇനി കുറെ കാര്യം ഉണ്ടെന്ന്. കുറച്ചും കൂടി ഉണ്ട്. മല ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല ചൂടായിട്ടോ. പിന്നെ ജാക്കറ്റൊക്കെ ഊരി മാറ്റേണ്ടി വന്നു. It's clear to see from up here. മാണിക്കച്ചിറകുള്ള മരത്ത് കുളിരുള്ള വായാടി പക്ഷിക്കുട്ടമ്മിങ്ങു പോയി. ആണെന്നു കുട്ടി ഞാനും കൂടും ആകാശം പിടിച്ചു പോ. കണ്ടു മലനിര, ഓ കണ്ടു താഴ്വര, കണ്ടേ ചോര, കണ്ടേ ഇളകൾ, കണ്ടേ കായ്കളും. ദിനത്താനിന്നാനിന്നാനിനെ കണ്ടു വാക കണ്ടു തറകളും തേനൂറും മുമ്പേ ചൂരേറും മുമ്പേ കിളികൾ പലതുണ്ട് കാടേറാൻ വാ.
കയറാൻ പറ്റിയിരുന്നെങ്കിൽ കഷ്ടപ്പെട്ട് ഇത് കയറി ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച അപ്പൊ തന്നെ ഞങ്ങൾക്ക് അതൊക്കെ വന്നു തുടങ്ങി. എന്റെ ചേച്ചിയാണ് കേട്ടോ അത്. like a bird on a tree. I'm just sitting here. I got time. It's clear to see from up here. The world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors, forever free. അവിടെ എത്തിന്നല്ലേ, എത്തിന്ന് പറഞ്ഞിട്ടല്ലേ. Sometimes you need to go and take a step back to see the truth around you. From a distance you can tell. You and me were meant to be in the great outdoors, forever free. You and me meant to be in the great outdoors, forever free. നമ്മള് കുറുമ്പലക്കോട്ട ഇറങ്ങുകയാണ് കേട്ടോ. ഈ വഴി കൂടെ തന്നെയാണ് കേറിയതും. കഴിഞ്ഞു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. അപ്പോഴേക്കും നമ്മള് മല ഇറങ്ങി തിരിച്ചു പോവാണ്. Like a bird on a tree, I'm just sitting here. I got time. It's clear to see from up here. Like a bird on a tree. വരാനല്ലേ? നിങ്ങളൊരു 6 പേര് 5 പേര്. അപ്പൊ കുറുമ്പലക്കോട്ടേക്ക് ടാറ്റ. കുറുമ്പലക്കോട്ട. എടി പപ്പ നാളെ പോകുന്നു കേട്ടോ. അപ്പൊ നമുക്കിത് പറയാലോ, ഇത് നമ്മ മുകളിൽ നിന്ന് വയലുകളാണെന്ന്. നമ്മുടെ കുറുമ്പലക്കോട്ട ഇതല്ലേ കുറുമ്പലക്കോട്ട? ഇല്ല, ഇപ്പഴ ഈ റോട്ടില് വണ്ടി പഠിക്കാൻ പോണേ. നന്നായിരിക്കും.